സ്കൂൾ റഫ് ബുക്കിൽ 3ാം ക്ലാസ് മുതൽ അമാനുഷിക ചിത്രങ്ങൾ വരച്ച് നോവൽ എഴുതി. എന്നാൽ ആരും അത് അറിഞ്ഞില്ല. റഫ് ബുക്ക് മേടിച്ചു കൊടുത്ത് മടുത്ത രക്ഷിതാക്കൾ വിവരമന്വേഷിച്ചപ്പോഴാണ് 11കാരൻ്റെ ഫാൻറ്റസി നോവൽ രചന വീട്ടുകാർ തന്നെ അറിഞ്ഞത്. ഈ വായനാ ദിനത്തിൽ ആ 11കാരൻ്റെ ഫാൻറ്റസി നോവൽ ഇമോർട്ടലൈസേഷൻ സംഗീത സംവിധായകൻ ബിജിപാൽ വൈക്കത്ത് പുറത്തിറക്കി. കുലശേഖരമംഗലം സ്വദേശിയും വെള്ളൂർ ഭാവൻ സ്കൂൾ വിദ്യാർത്ഥിയുമായ അഭിമന്യുവിൻ്റെ ഫാൻറ്റസി നോവലാണ് 7 ഭാഗങ്ങളായുള്ള ഈ ഇമോർട്ടലൈസേഷൻ. അതിൻ്റെ ആദ്യ ഭാഗമാണ് ഇന്ന് വായനാ ദിനത്തിൽ പ്രകാശനം ചെയ്തത്. അഭിമന്യുവിൻ്റെ ഭാവനയിൽ രൂപപ്പെട്ട അമാനുഷിക ശക്തിയുള്ള ചിത്രങ്ങൾ ഉൾപ്പെട്ടതാണ് നോവൽ. ലോകത്തിനെതിരെ വരുന്ന ദുഷ്ടശക്തികളെ നേരിടുന്ന കുട്ടികളുടെ കഥയാണ് ഈ നോവൽ. ഇൻഡ്രു നായകനും കൂട്ടുകാരായ റോൺസ്, ഗോൾബി, വനിതയായ റൂബി, വില്ലനായ മോഡുസൂക്ക എന്നിവരാണ് ആദ്യ ഭാഗത്തെ കഥാപാത്രങ്ങൾ. ദുഷ്ടശക്തികൾക്കെതിരെ അഭിമന്യുവിൻ്റെ ഭാവനയിലെ ആർക്കും കാണാനാവാത്ത ദ്വീപിൽ മത്സരവും പരിശീലനവും നേടി അമാനുഷിക പവർ നേടി വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തിയവരാണ് നായകനും സുഹൃത്തുക്കളും. ശേഷമുള്ള കുട്ടികളുടെ ബുദ്ധി, ബോധ്യം, വൈഭവം ഇതെല്ലാം അതൊരു മറ്റൊരു ലെവലിലാണ് ആ കുട്ടികൾ ചിന്തിക്കുന്നത്. അവരുടെ വീക്ഷണം. അപ്പോൾ നമ്മൾ ഓർക്കും എക്സ്പീരിയൻസ് വേണ്ടേ. എക്സ്പീരിയൻസ് അവർ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് അവർ നേടിയെടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അമാനുഷ്യ ശക്തികളുമായി ഇവർ വില്ലനുമായി ഏറ്റുമുട്ടുകയും വില്ലനായ മോഡുസൂക്കയെ പരാജയപ്പെടുത്തി വില്ലൻ പിൻവാങ്ങുന്നതുവരെയാണ് ഈ ത്രില്ലർ ഫാൻറ്റസി നോവലിലെ ആദ്യ ഭാഗം. ബോറടിക്കുമ്പോൾ എഴുതാറുണ്ട്. 4 ഫ്രണ്ട്സിൻ്റെ കഥയാണ്. പിന്നെ അവര് ട്രെയിൻ ചെയ്ത് സ്ട്രോങ് ആയി വില്ലനെ തോൽപ്പിക്കാൻ അങ്ങനെയുള്ള മോഡല് കഥയാണ്. 5-6 ദിവസം എടുത്ത് എഴുതിയതാണ്. 7 ഭാഗങ്ങളുള്ള നോവലിൻ്റെ 6 ഭാഗങ്ങൾ അഭിമന്യു എഴുതി കഴിഞ്ഞു. നോവലിനൊപ്പം അഭിമന്യു വരയ്ക്കുന്ന ചിത്രങ്ങൾ AI-യിൽ തയ്യാറാക്കിയാണ് നോവലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 1ാം ക്ലാസ് മുതൽ റഫ് ബുക്കിൽ ഇങ്ങനെ ചിത്രങ്ങളും നോവലും എഴുതിയിരുന്നെങ്കിലും ആരും അറിഞ്ഞില്ല. ബുക്കുകൾ വേഗം തീരുന്നത് അന്വേഷിച്ച മാതാപിതാക്കളാണ് അഭിമന്യുവിൻ്റെ നോവൽ രചന കഴിഞ്ഞ വർഷം തിരിച്ചറിഞ്ഞത്. പക്ഷെ നമുക്കിങ്ങനെ കഥ എഴുതുന്ന കാര്യമൊന്നും അറിയില്ലായിരുന്നു. നമ്മളിങ്ങനെ ചോദിച്ചു പറഞ്ഞു വന്നപ്പോഴാണ് ഇപ്പോൾ ഈ അടുത്താണ് അറിയുന്നത്. 3ാം ക്ലാസ് മുതലാണ് അവനിങ്ങനെ സ്റ്റോറീസ് എഴുതുന്നുണ്ട്. ഇത് ആക്ച്വലി ഇവൻ്റെ ഫസ്റ്റ് സ്റ്റോറി അല്ല, 10-15 സ്റ്റോറി ഇവൻ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ആ ബുക്കുകളൊക്കെ നമ്മുടെ കുറേയൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ ഈ ബുക്ക് മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. പിന്നെ ചെറുപ്പം തുടങ്ങി വരയ്ക്കുന്നതിലൊരു നല്ല കഴിവ് കാണിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഡ്രോയിങ് ക്ലാസ്സിനൊക്കെ ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ സ്റ്റോറി റൈറ്റിംഗ് നമുക്കൊരു അനുഭവം തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഒരു വിഷമമുണ്ട്. നേരത്തെ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമമുണ്ട്. ഇതിനിടെ അഭിമന്യു ആരും അറിയാതെ ബുക്കുകളിൽ എഴുതിയ നോവലുകൾ പലതും നഷ്ടപ്പെട്ടു. ബാക്കിയായതിൽ നിന്നാണ് ഇമോർട്ടലൈസേഷൻ വെളിച്ചം കണ്ടത്. നമ്മൾ ശരിക്കും ഇത് പുള്ളിയുടെ ഇങ്ങനെ ഒരു എഴുതുന്ന ഒരു കഴിവ് നമ്മൾ അറിയില്ലായിരുന്നു. ചെറുപ്പത്തിൽ വരയ്ക്കും നന്നായിട്ട്. അപ്പോൾ വരച്ച് ഓരോ ക്യാരക്ടർ ഡിസൈൻ അങ്ങനെ ഇതൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ നമ്മൾ സ്കൂളിലേക്ക് സ്ക്രാപ്പ് ബുക്ക് കൊടുത്തു വിടുമായിരുന്നു. അപ്പോൾ അത് പെട്ടെന്ന് തീരുന്നു. അപ്പോൾ അതങ്ങനെ എന്താണെന്ന് ചോദിച്ചു വന്നപ്പോഴാണ് പുള്ളി പറഞ്ഞത് കഥ എഴുതുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അത് ഞങ്ങൾ വായിച്ചു നോക്കിയപ്പോൾ കൊള്ളാമെന്ന് തോന്നി. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ്. പുള്ളി പറഞ്ഞത് കണ്ടിന്യൂഷൻ ഉണ്ട്, ഒരു 3-4 സീസണായിട്ടാണ് എഴുതുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു നീ എഴുത്, അങ്ങനെ നല്ലതാണെങ്കിൽ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞപ്പോൾ ഒരു വെറൈറ്റി ഒരു തീമായിട്ട് തോന്നി. അങ്ങനെയാണ് നമ്മൾ ഇത് ഒരു ബുക്കിലേക്ക് എത്തിയത്. കുലശേഖരമംഗലം സ്വദേശികളായ അർജുൻ ശീതൾ ദമ്പതികളുടെ മകനായ അഭിമന്യു വെള്ളൂർ ഭവൻ സ്കൂൾ വിദ്യാർത്ഥിയാണ്. അപ്പൂപ്പനും അമ്മൂമ്മയുമായ പുഷ്കരനും രമാദേവിയും അഭിമന്യുവിന് പിന്തുണയുമായി സദാസമയമുണ്ട്. അഭിമന്യുവിൻ്റെ സ്കൂൾ അധ്യാപകരും പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയിരുന്നു. ന്യൂസ് ടീം വൈക്കം വാർത്ത.